നമസ്കാരം. പാറശാല ഷാരോൺ വധക്കേസ്, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. കരഞ്ഞുകൊണ്ടാണ് ഗ്രീഷ്മ കോടതിയിൽ വിധി പ്രസ്താവം കേട്ടത്. ഗ്രീഷ്മയും മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ശിക്ഷാവിധി കേൾക്കാൻ ഷാരോണിൻ്റെ മാതാപിതാക്കളും സഹോദരനും കോടതിയിലെത്തിയിരുന്നു. ജഡ്ജിയാണ് മൂവരെയും കോടതിക്കുള്ളിലേക്ക് വിളിപ്പിച്ചത്. കേസിലെ വിധി കേൾക്കാൻ ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ എത്തിയിരുന്നില്ല. വിധി പ്രസ്താവത്തിനിടെ പോലീസിനെയും ജഡ്ജി അഭിനന്ദിച്ചു. സാക്ഷികളില്ലാതിരുന്ന ഈ കേസ്, അതിസങ്കീർണമായ കേസ്, അതിസമർത്ഥമായാണ് പോലീസ് അന്വേഷിച്ചത്. ഇക്കാര്യത്തിൽ കേരള പോലീസിന് അഭിമാനിക്കാം. അന്വേഷണ സംഘത്തിനും പ്രത്യേക അഭിനന്ദനമുണ്ട്. മീഡിയ നോക്കിയല്ല, മെറിറ്റ് നോക്കിയാണ് വിധി പ്രസ്താവമെന്നും ജഡ്ജി പറഞ്ഞു. അതിവിദഗ്ധമായ കൊലയെന്നാണ് ജഡ്ജി നിരീക്ഷിച്ചത്. പ്രായത്തിൻ്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ല എന്ന് ജഡ്ജി പറഞ്ഞു. കൊല്ലപ്പെട്ട ഷാരോണിനും സമാന പ്രായമാണ് എന്നത് കണക്കിലെടുത്താണ് ഇത്. മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല. പ്രണയത്തിൻ്റെ ആഴമാണ് ഇത് വ്യക്തമാക്കുന്നത്. ഗ്രീഷ്മയെ സംശയത്തിൽ നിർത്താൻ ഷാരോൺ തയ്യാറായില്ലെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ ഗ്രീഷ്മ വിളിച്ചു വരുത്തിയത്. ജ്യൂസിൽ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് അറിയാമായിരുന്നു. അതിനാലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്. എന്തോ പിശകുണ്ടെന്ന് ഷാരോണിന് അറിയാമായിരുന്നു. അഗാധമായ പ്രണയമായിരുന്നു ഷാരോണിന് ഗ്രീഷ്മയോടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 11 ദിവസം ഷാരോണിന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഗ്രീഷ്മയെ അവിശ്വസിക്കാനോ പറയാനോ ആ യുവാവ് തയ്യാറായിരുന്നില്ല. ഗ്രീഷ്മയെ നിയമ നടപടിക്ക് വിധേയമാക്കരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നു. വാവേ എന്നാണ് ഷാരോൺ അവളെ വിളിച്ചിരുന്നത്. ഷാരോണുമായി ബന്ധം നിലനിൽക്കെ പ്രതിശ്രുതവരനുമായി ഗ്രീഷ്മ നല്ല ബന്ധം വെച്ചിരുന്നുവെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. ഷാരോൺ ഗ്രീഷ്മയെ സംഭവ ദിവസം മർദ്ദിക്കുകയോ അടിക്കുകയോ ചെയ്തിട്ടില്ലെന്നും വിധി പ്രസ്താവത്തിൽ പരാമർശിക്കുന്നു. പ്രതിഭാഗം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പിടിക്കപ്പെടാതെ പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മ കൗശലമിറക്കിയിരുന്നു. പല കള്ളങ്ങൾ പറഞ്ഞു. കൊലപാതകം പ്ലാൻ ഷാരോണിന് അറിയില്ലായിരുന്നു. സ്നേഹിക്കുന്ന ഒരാളെ ചതിച്ചു. സമൂഹത്തിന് ഇത് നൽകുന്നത് മികച്ച സന്ദേശമല്ല. ഇര നിഷ്കളങ്കരാണെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. പ്രതിയുടെ കുടുംബത്തെ കാണണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കുറ്റകൃത്യത്തിന് സ്നേഹം നടിച്ചു, നിരന്തരം സന്ദേശം അയച്ചു. ഇനിയും ഇങ്ങനെ ചെയ്യില്ലെന്ന് കോടതിക്ക് ഉറപ്പില്ല. അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനാണ് ഗ്രീഷ്മ ആത്മഹത്യാശ്രമം നടത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു. ആത്മഹത്യ ചെയ്യാനാണ് നെറ്റിൽ സെർച്ച് ചെയ്തതെന്ന പ്രതിഭാഗത്തിന്റെ വാദം നിലനിൽക്കില്ല. സ്ലോ പോയിസണിങ്ങിലൂടെ കൊല്ലുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ഇത് ആസൂത്രിത കൊലപാതകമാണെന്നും ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു. പറയാനുണ്ടെന്ന് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറഞ്ഞതോടെ ഗ്രീഷ്മയെ ജഡ്ജ് അടുത്തേക്ക് വിളിച്ചു. ഗ്രീഷ്മ ആവശ്യങ്ങൾ എഴുതി നൽകി. ഇതിനു പിന്നാലെ ഗ്രീഷ്മ എഴുതി നൽകിയ കാര്യങ്ങൾ പരിശോധിച്ചു. പിന്നാലെ ജഡ്ജി ഗ്രീഷ്മയോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ ഗ്രീഷ്മ വിശദീകരിച്ചു. തുടർന്ന് പഠിക്കണമെന്നാണ് കോടതിയോട് അഭ്യർത്ഥിച്ച പ്രധാന കാര്യം. ഗ്രീഷ്മ വിദ്യാഭ്യാസ രേഖകൾ ജഡ്ജിയെ കാണിച്ചിരുന്നു. തനിക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ അറിയിച്ചു. 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ അപേക്ഷിച്ചിരുന്നു. എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹത്തെയാണ് കൊന്നുകളഞ്ഞത്. യഥാർത്ഥ പ്രണയത്തെ കൂടി കൊലപ്പെടുത്തിയ കേസാണിത്. പ്രണയം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത്. പ്രണയമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ചു വരുത്തിയാണ് കൊലപാതകമെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ ചിന്തയായിരുന്നു. ഒരു തവണ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും കൊലപാതക ശ്രമം നടത്തിയെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ക്രൂര മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഗ്രീഷ്മ തീരുമാനം നടപ്പിലാക്കിയത്. കൊലപാതകത്തിനായി പ്രതി കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു. മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഒരു ദിവസം ഷാരോൺ അനുഭവിച്ച വേദന കാണണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു.
വിഷം കഴിച്ചതോടെ ചുണ്ടുമുതൽ ആന്തരിക അവയവം വരെ തകരാറിലായി എന്ന ഡോക്ടർമാരുടെ മൊഴിയും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. യാദൃച്ഛികമായ സംഭവിച്ച കൊലപാതകമല്ല ഇതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. കൃത്യമായി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ബിരുദാനന്തര ബിരുദധാരി എന്ന നിലയിൽ ഗ്രീഷ്മയുടെ അറിവുകൾ കൊലപാതകത്തിന് ഉപയോഗിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയത്. പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും കൊലപാതകം മനസാക്ഷിയുള്ള സമൂഹത്തെ ആകെ ഞെട്ടിച്ചുവെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. അതിനാൽ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്.